ഹായ് ഫ്രണ്ട്സ്, എക്സോട്ടിക്ക ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 35 രൂപയുടെ നാടൻ റോസുകൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. നമ്മളിതിന് മുന്നേ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ഒരു പ്ലാന്റ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യക്കാർ കൂടുതലായതുകൊണ്ട് തന്നെ ഇത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. 5 വെറൈറ്റീസാണ് നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിലുള്ളത് കേട്ടോ. അപ്പം ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസും ഇതെങ്ങനെയാണ് നടേണ്ടതെന്നുള്ളതും അതിൻ്റെ പോട്ടിങ് എന്തൊക്കെ പോട്ടിംഗ് ആണ് ചേർക്കേണ്ടതെന്നുള്ളതും ഇത് ഏതൊരു സൈസുള്ള പോട്ടിലാണ് ഈ ഒരു പ്ലാന്റ് നടേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമേ ഞാൻ കാണിക്കുന്നത് പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ 35 രൂപയുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഏതാണ്ട് നമ്മുടെ ഒരു വെല്ലിൻ്റെ അത്ര നീളമായിരിക്കും ഈ ഒരു പ്ലാന്റ് ഉണ്ടാവുക. അത്രയും ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഏറ്റവും ചെറിയ പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ പ്ലാന്റിൻ്റെ സൈസായിട്ട് എടുത്ത് കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പ്ലാന്റും പല സൈസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിലേറ്റവും ചെറിയ പ്ലാന്റ് ആണ് ഞാനിപ്പോൾ പ്ലാന്റിൻ്റെ സൈസായിട്ട് നിങ്ങളെ കാണിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അടുത്ത പ്ലാന്റ് കാണിക്കാം. എന്താ കാണുന്നുണ്ടല്ലോ, വളരെ കുഞ്ഞ് പ്ലാന്റ് ആണ് നമ്മൾ 35 രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. എല്ലാം തന്നെ നല്ല റൂട്ട് വന്ന പ്ലാന്റ്സ് ആണ്. ഇനി ഇത് എത്രത്തോളം റൂട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാവേ. എത്രത്തോളം റൂട്ട് വന്നിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. കാണുന്നുണ്ടല്ലോ, നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഇതാ ക്ലിയർ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റൂട്ട് വരുന്നത്. ഇതാ ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ്. നല്ലതുപോലെ റൂട്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ചകിരിച്ചോറിലാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ പിടിപ്പിച്ചെടുത്തിട്ടുള്ളത്. ട്രേയിൽ വന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇനി ഇത് എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. വെറും മണ്ണും ചകിരിച്ചോറും മാത്രം ചേർന്നിട്ടുള്ളൊരു പോട്ടിങ്ങിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് നട്ടു കൊടുത്താൽ മതി. യാതൊരു തരത്തിലുള്ള വളങ്ങളും നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പാടില്ല കേട്ടോ. റോസിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, സാധാരണയായിട്ട് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്ന എല്ലാ പ്ലാന്റ്സുകളും നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും മണ്ണും ചകിരിച്ചോറും, ഇനി കരിയിലയുടെ പൊടി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം, മണലുണ്ടെങ്കിൽ മണലും ആഡ് ചെയ്യാം കേട്ടോ. ഇത് മാത്രം ചേർത്തിട്ടുള്ളൊരു പോട്ടിങ് തയ്യാറാക്കിയിട്ട് പ്ലാന്റ്സുകൾ നട്ടു കൊടുക്കുക കേട്ടോ. ആ ഒരു മണ്ണിൽ ഈ ഒരു പ്ലാന്റ് വേരിറങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ വളങ്ങൾ ഏത് തരത്തിലുള്ള വളമാണെങ്കിലും ഇനി ചാണകപ്പൊടി ആണെങ്കിലും ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇത്രയും റൂട്ട് വന്ന പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് നമ്മളിവിടുന്ന് പാക്ക് ചെയ്ത് അയക്കുന്നത്. ഈ ഒരു ചകിരിച്ചോറോട് കൂടി തന്നെ ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് അയച്ചു തരുന്നത് കേട്ടോ. ഇങ്ങനെ സേഫായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന രീതിക്കായിരിക്കും നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത്. ഇനി ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പോട്ടിങ്ങിലേക്കാണ് ഈ ഒരു പ്ലാന്റ് നടുന്നതെന്നുള്ളതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതിവിടെ കുറച്ച് മണ്ണും അതുപോലെ തന്നെ ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടിംഗ് ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. വെറും മണ്ണും ചകിരിച്ചോറും മാത്രമാണ് ഇതിനകത്ത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വേറെ ഒരു തരത്തിലുള്ള വളവും നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല. ഓൺലൈനിൽ നിന്ന് നമ്മൾ ഏതൊരു ചെടി മേടിച്ചാലും വെറും മണ്ണും അതുപോലെ തന്നെ ചകിരിച്ചോറ്, മണൽ, കരിയിലയുടെ പൊടി ഇതൊക്കെ ചേർന്നിട്ടുള്ളൊരു പോട്ടിങ് തയ്യാറാക്കുക. എന്നിട്ട് പ്ലാന്റ്സുകൾ അതിലേക്ക് നട്ട് വയ്ക്കാം. പിന്നെയുള്ളത് നമ്മൾ പിന്നെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്ലാന്റ് എത്രയാണോ വലിപ്പമുള്ളത് പ്ലാന്റിൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ള പോട്ട് സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇത്രയും ചെറിയ ഒരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത്. അപ്പം ഏറ്റവും ചെറിയ പോട്ട് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഇത്രയും ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സൈസിലുള്ള 3 ഇഞ്ചിൻ്റെ സ്ക്വയർ പോട്ട് മതിയാവും നമുക്ക് ഈ ഒരു പ്ലാന്റ് നട്ടു കൊടുക്കാനായിട്ട്. ഇനി ഈ ഒരു സൈസിലുള്ള പോട്ട് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ തൊട്ടടുത്ത
ഈ കാണുന്നത് 5 ഇഞ്ചിൻ്റെ പോട്ടാണ്. ഇതിലേക്ക് നട്ടു കൊടുത്താലും മതിയാവും കേട്ടോ. എപ്പോഴും നമ്മൾ പോട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ ഹോൾ ഉണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. അതല്ലെങ്കിൽ വെള്ളം ഒഴിക്കുന്നത് കെട്ടി നിന്നിട്ട് വേര് അഴുകി പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. പ്ലാന്റ്സുകൾ നശിച്ചു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അടുത്തതായിട്ട് ജസ്റ്റ് ഞാനിതൊന്ന് പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വെറും മണ്ണും ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടിങ് തയ്യാറാക്കിയിട്ട് കുറച്ച് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഈ ഒരു പ്ലാന്റിനെ ഇങ്ങനെ തന്നെ അങ്ങ് ഇറക്കി വെക്കുക കേട്ടോ. ഇതിനകത്തുള്ള ചകിരിച്ചോറ് റിമൂവ് ചെയ്ത് കളയരുത്. എന്നിട്ട് ബാക്കിയുള്ള സ്പേസിൽ അങ്ങ് മണ്ണിട്ട് ഫില്ല് ചെയ്യുക. എന്താ ഇത്രയും മാത്രം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഫസ്റ്റ് തവണ നമ്മൾ നടുന്ന സമയത്ത് അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നീട് ടോപ്പ് ലെയർ ഈ ഒരു മണ്ണ് നല്ലതുപോലെ ഡ്രൈ ആവുന്നതിനനുസരിച്ചിട്ട് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇതേ രീതിയിൽ നട്ട് കൊടുത്ത കുറച്ച് പ്ലാന്റ്സുകളുണ്ട് കേട്ടോ. നഴ്സറി കവറിൽ നട്ട് കൊടുത്ത പ്ലാന്റ്സുകളുണ്ട്. വെറും ചകിരിച്ചോറും മണ്ണ് മാത്രം ആഡ് ചെയ്തിട്ടാണ് നട്ടു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ എത്രത്തോളം റൂട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്നതാണ് ആ പ്ലാന്റ്സുകൾ എന്ന് പറയുന്നത്. ഈ ഒരു സൈസിലുള്ള കവറിലാണ് ഞാൻ ഈ ഒരു പ്ലാന്റ്സുകൾ നട്ടു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ എത്രത്തോളം റൂട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാനൊന്ന് എടുത്ത് കാണിക്കാം. ഈ ഒരു പ്ലാന്റിൽ എത്രത്തോളം റൂട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഈ ഒരു വൈറ്റ് നിറത്തിൽ കാണുന്നതാണ് റൂട്ട് എന്ന് പറയുന്നത്. നല്ലതുപോലെ വേര് വന്നിട്ടുണ്ട് കേട്ടോ. മണ്ണിലേക്ക് നല്ലതുപോലെ വേര് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് നിറത്തിൽ കാണുന്നതാണ് റോസിൻ്റെ വേര് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ പ്ലാന്റ്സുകൾ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നട്ടു കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ 5 വെറൈറ്റി നാടൻ റോസുകൾ സെയിലിനായിട്ടുണ്ട്. 35 രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മളൊരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഓർഡർ കൺഫേം ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ ആദ്യം പ്ലാന്റ്സുകൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ്സുകൾ എത്തിയാൽ ഉടനെ തന്നെ അൺബോക്സിങ് വീഡിയോ നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം പ്ലാന്റ്സുകൾ പിടിച്ച് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുന്നവർക്ക് റീഫണ്ട് ചെയ്യുന്നതായിരിക്കില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ്സുകൾ കിട്ടിയിട്ട് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും. അല്ലാതെ പ്ലാന്റ്സുകൾ പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്തരവാദിത്തം ഏൽക്കാനായിട്ട് പറ്റില്ല കേട്ടോ. പല കാരണങ്ങൾ കൊണ്ടും പ്ലാന്റ്സുകൾ പിടിച്ച് കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. പലരും പ്ലാന്റ്സുകൾ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് കിട്ടി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യാറില്ല. പ്ലാന്റ്സുകൾ നട്ടിട്ട് എങ്ങാനും പിടിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ പരാതി കൊണ്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ്സുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അൺബോക്സിങ് വീഡിയോ അയച്ചു തരേണ്ടതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്